നമസ്കാരം. കിറ്റി കാറ്റ് ആരോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത 24 മണിക്കൂറിനുള്ള നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ കാർഡ് ഡെത്ത് കാർഡ് ആണ് വന്നിരിക്കുന്നത്. എന്താണാവോ? അത് കഴിഞ്ഞിട്ടുള്ള കാർഡ് ഡിപ്രഷന്റെ കാർഡാണ്. അടിപൊളി. എന്തത് ഇങ്ങനെയുള്ള റീഡിങ്സ് വരുമ്പോൾ മിക്കവാറും ഞാൻ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഒരു വളരെ എന്താ പറയാ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക 24 മണിക്കൂർ. അപ്പൊ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, വളരെ ഇതുവരെ ഈ സമയത്തിനുള്ളിൽ ഇത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, ഒരു വളരെ മാരകമായ ഒരു തീരുമാനം എടുക്കുമെന്ന് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ചുറ്റും ഡെത്ത് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിനൊരു ഫോർച്യൂൺ കിട്ടുമെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ പണം, നിങ്ങൾ ചിലപ്പോൾ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ നെഗറ്റീവായ അവസ്ഥയാണ്. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പൈസയുടെ കാര്യം കൊണ്ട്. അതുകൊണ്ടാണ് ഫോർച്യൂണിന്റെ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം പണം കിട്ടാൻ പോകുന്നുണ്ട്. ഒരു തീരുമാനവും ഒരു ആക്ഷനും, നെഗറ്റീവ് ആക്ഷനും നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ എടുക്കരുത്. അങ്ങനെ ആരോ തീരുമാനം എടുത്തിട്ടുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. എടുക്കരുത് ആക്ഷൻ. കാരണം അടുത്തത് ആ 24 മണിക്കൂറിനുള്ളിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഇടവരും, പൈസയുടെ കാര്യം അറിയാൻ ഇടവരും. അതില്ല കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയം കഴിയുമ്പോൾ മീൻസ് നിങ്ങൾക്ക് പണം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കരുത്. നമ്മളെ ചുറ്റും പലരും പല കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് നാളെ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരരുത്. മനസ്സിലായി? കൈവിട്ട് പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ് ജീവൻ, കേട്ടോ. അത് എപ്പോഴും ആലോചിക്കാം. രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭാര്യ മരിച്ച ഒരാളെയാണ് കാണുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ സങ്കടപ്പെടുന്ന ഒരാളാണിത്. അതെപ്പോഴും ഓർത്തിട്ട് എപ്പോഴും സങ്കടപ്പെടുന്ന ഒരാൾ. അപ്പം ഇങ്ങനെ ഒരാളെ ആരെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ ഒരാള്. എന്തായാലും നിങ്ങളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ഓർത്ത് ഒരാൾ ഭയങ്കരമായ ഓവറായിട്ട് ചിന്തിക്കുകയും വളരെ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അയാളെ കോണ്ടാക്ട് ചെയ്യണം എത്രയും പെട്ടെന്ന്. 24 മണിക്കൂറിനുള്ളിൽ അയാളെ കോണ്ടാക്ട് ചെയ്യണം. സമയം തികയുമോന്ന് അറിയില്ല. എന്നാലും ഒരു സെറ്റ് ഓഫ് കാർഡ്സും കൂടെ എടുക്കാം. ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നുണ്ട്. വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക്, വളരെ ലോയലായ, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന, ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ റെഡിയാണ് 24 മണിക്കൂറിനുള്ളിൽ. നിങ്ങൾക്ക് അയാൾ ഒരു ഗിഫ്റ്റ്. അപ്പൊ നിങ്ങൾ വളരെ സങ്കടത്തോടെ ഇരിക്കുക. എന്തൊക്കെയോ നഷ്ടപ്പെട്ട, ആരൊക്കെയോ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ്. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളോട് വളരെ ആത്മാർത്ഥതയുള്ള ഒരാള് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുതരുമെന്നാണ് പറയുന്നത്, കേട്ടോ. ഇതാണ് റീഡിംഗ്.